ശരിക്കും പി ജാനയുടെ ചെയ്തത് കൊണ്ടാണ് ജയനെ ചെയ്യാൻ വേണ്ടി വിളിച്ചത്. അപ്പോഴാണ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ജയൻ്റെ മരണം ഉണ്ടാകുന്നത് 80-ൽ. ജയൻ്റെ ശബ്ദം അവരും കണ്ടീഷൻ വെക്കുന്നു, ആരോടും പറയാൻ പാടില്ല, രഹസ്യ ഹോളിലൊക്കെ ആളുകൾ ഇരുന്ന് കണ്ട് കൈയടിക്കുമ്പോഴൊക്കെ എന്റെ ശബ്ദമാണ് അങ്ങനെ ഒരാൾക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന കാലഘട്ടം അല്ലാതെ. നമസ്കാരം, റിംഗ് ലൈറ്റ് സെലിബ്രിറ്റിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം എന്ന് പറയുന്ന സിനിമയിലെ ഡയറക്ടറാണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്, സ്റ്റോറി റൈറ്ററാണ്, ഡയലോഗ് റൈറ്ററാണ്, എന്താ പറയുക, ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, പിന്നെ എന്താ ആക്ടറാണ്. എല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെയാണ് ആലഫ് പി അഷ്റഫ് സാർ. നമസ്കാരം സാർ, വെൽക്കം ടു ദ ഇൻ്റർവ്യൂ. സാർ, ഇപ്പോൾ കുറേ ഗ്യാപ്പായല്ലോ സാർ വന്നിട്ട്, മീൻസ് ഒരു മൂവി ചെയ്തിട്ട്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച്, മീൻസ് ഇത്ര ഗ്യാപ്പ് എന്താണ് വന്നത്? അല്ല, ഗ്യാപ്പ് വന്നത് ഞാൻ ഓരോരോ വേറെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സിനിമയായിട്ട് ബന്ധമുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഗ്യാപ്പ് എന്നുള്ളതല്ല, ഇവിടെ കുറച്ച് കഴിഞ്ഞാലും നമ്മളൊരു പടം ചെയ്യുമ്പോൾ അതിൻ്റെതായ ഗൗരവത്തിലും അതിൻ്റെതായ സീരിയസ്നെസ്സിലും ഒരു പടം ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ഇത് ഈ അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം എന്ന് പറയുന്ന പടം, ആ ടൈറ്റിൽ തന്നെ ആ കാലഘട്ടത്തിൻ്റെതായതുകൊണ്ടാണ് നമ്മൾ ആ ടൈറ്റിൽ ഇട്ടത്. ആ കാലത്ത് നടന്ന ഒരു കഥയായതുകൊണ്ട് പല സംഭവങ്ങളും ഇതിൽ ശരിക്കും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കൂടുതലും ഇണക്കി ചേർത്തിട്ടുള്ളത്. പിന്നെ ഞാൻ കടന്നു പോയൊരു കാലഘട്ടമാണത്. എന്നെ സംബന്ധിച്ച് ഞാനൊരു 3 തലമുറയുടെ ആളാണ്. എൻ്റെ ആദ്യ പടം നായകൻ പ്രേംനസീറാണ്. അദ്ദേഹത്തെ വെച്ച് ഞാൻ 3 പടങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒരു മാടപ്രാവിൻ്റെ വനിതാ പോലീസ് മുഖ്യമന്ത്രി, അത് കഴിഞ്ഞ് മമ്മൂട്ടിയെ വെച്ച് ചെയ്തിട്ടുണ്ട്, മോഹൻലാലിനെ വെച്ച് ചെയ്തിട്ടുണ്ട്. അറിയാലോ, നിന്നിഷ്ടമുള്ള പടം. ഇപ്പം ഞാൻ പടം തുടങ്ങുമ്പോൾ അന്ന് ജനിച്ചിട്ട് പോലും ഇല്ലാത്ത പിള്ളേരെ വെച്ചാണ് ഇപ്പോഴും ഞാൻ ചെയ്യും, 3ാമത്തെ തലമുറ വെച്ച് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ ഇനിയുള്ള ലൈഫ് എന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് സീനിയറാണല്ലോ, അപ്പോൾ ഇനിയുള്ള ലൈഫ് എന്ന് പറയുന്നത് കുറേ പുതിയ കലാകാരന്മാരെ കൊണ്ടുവരിക, ആ ഒരു ദൗത്യമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ആഗ്രഹിക്കും, എല്ലാവരും കൂടെ കൊണ്ടുവരും, എന്നാൽ കഴിയുന്ന. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ പുതിയ മ്യൂസിക് ഡയറക്ടറെ കൊണ്ടുവന്നിട്ടുണ്ട്, പുതിയ ക്യാമറാമാനെ കൊണ്ടുവന്നിട്ടുണ്ട്, പുതിയ ആർട്ട് ഡയറക്ടറെ കൊണ്ടുവന്നിട്ടുണ്ട്, പുതിയ നായകനെ കൊണ്ടുവന്നിട്ടുണ്ട്, പുതിയ നായികയെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ പല പുതിയ പുതുമുഖങ്ങളെയും വേറെ മറ്റു റോളുകളിലൊക്കെ. ഇപ്പോൾ ഇതിനകത്ത് തന്നെ ആഷിം ഷാ എന്ന് പറയുന്ന ഒരു വലിയ സിംഗറാണ് അയാളാണ് ഒരു ക്രിസ്തുവിൻ്റെ രൂപസാദൃശ്യമുള്ള ആൾ വേണ്ടിയിരുന്നത്. എനിക്ക് ആ ഒരു ക്രിസ്തു നാടകത്തിൽ അഭിനയിക്കുന്ന ഒരാൾ ക്യാരക്ടർ ഇതിനകത്തുണ്ട്. അയാളെ കണ്ടെടുത്തു. എല്ലാവരും ഒരു പുതുമുഖങ്ങൾ, എന്നാൽ കുറച്ച് പഴയ ആളുകളുണ്ട്, അത് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സിലായിട്ട് അവരുണ്ട്. പക്ഷെ ഞാൻ മാക്സിമം ഉദ്ദേശിച്ചിരിക്കുന്ന പുതുമുഖങ്ങളെ വെച്ചാണ് ചെയ്യുന്നത്. അപ്പം ഇനി ചെയ്യുന്നെങ്കിലും അതുപോലെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹവും. ഞാൻ അടുത്ത പടവും കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പടത്തിൻ്റെ വർക്കിനിടയിൽ തന്നെ അത് കമ്മിറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് അതും ഞാൻ ആലോചിക്കുന്നത് പുതുമുഖങ്ങളെ വെച്ച് തന്നെ ചെയ്യണം. ഓക്കെ, ഈ ഒരു മൂവി ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇടാനുള്ള ഒരു എന്താണ് ഇങ്ങനെ തന്നെ ഒരു, കാരണം അടിയന്തരാവസ്ഥ കാലത്തെ എന്നൊക്കെ പറയുമ്പോഴേ വായിൽ തന്നെ കൊള്ളുന്നില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഇത് പുതിയ ആളുകൾ അത് മനസ്സിലാക്കണം. ആ കാലഘട്ടം അടിയന്തരാവസ്ഥ കടന്നുപോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് എൻ്റെയൊക്കെ ഒരു കോളേജ് ലൈഫും ആ കാലത്ത്, ഞാൻ കോളേജ് പഠിക്കുമ്പോഴാണ് അടിയന്തരാവസ്ഥ വരുന്നത്. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന ഈ നമ്മളൊരു രാഷ്ട്രീയ സിനിമയല്ല ഇത്. ഇപ്പോൾ സിനിമ കഥ കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ ചില സൂചനകൾ ഇങ്ങനെ കൊടുക്കുന്നതേ ഉള്ളൂ. പല സ്ഥലത്ത് ഇപ്പോൾ കഥാപാത്രങ്ങൾ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു റോഡിൽ മീറ്റിംഗ് നടക്കുന്നുണ്ടോ, അവിടെ ഈ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പുള്ള മീറ്റിംഗാണ്. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഹോട്ടലിൽ വരുമ്പോൾ അടിയന്തരാവസ്ഥയുടെ അനൗൺസ്മെൻറ്റ് കേൾക്കാം. അങ്ങനെ അടിയന്തരാവസ്ഥ, ഇത് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതായപ്പോൾ കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് വരുന്നത് നമ്മൾ ആ 1975 എന്നിടുന്നതിനേക്കാളുന്നല്ല, ആ അനുരാഗ കാലഘട്ടം ഇന്ന കാലഘട്ടമായിരുന്നു എന്ന് ഉദ്ദേശിച്ചുമായിട്ടത് അങ്ങനെ ഒരു പേര് ഇട്ടതാണ്. ഇതിന്റെ മ്യൂസിക് ഒക്കെ ചെയ്തേക്കുന്നത്, ഈ മ്യൂസിക്കിനെ പറ്റി പറയുമ്പം ഇതിനകത്ത് വളരെ പ്രാധാന്യമുള്ള, ഞാൻ എൻ്റെ പടങ്ങളിലൊക്കെ ഞാൻ മ്യൂസിക്കിന് വളരെയധികം സ്ട്രെയിൻ എടുക്കുന്ന ആളാണ്. ഇന്നും ഇളംമഞ്ഞ് 40 വർഷം കഴിഞ്ഞിട്ടും ഒരു ടോപ്പ് 10 നിൽപ്പുണ്ട് യൂട്യൂബിൽ, ഇളംമഞ്ഞിൻ കുളിരുമായി എന്നുള്ള പാട്ട്. ഞാനപ്പോഴും ഈ പാട്ടുണ്ടാക്കിയത് 3 മ്യൂസിക് ഡയറക്ടേഴ്സാണ് ഞാൻ വെച്ചിരിക്കുന്നത്. 3 പാട്ടാണ്. അതിനകത്ത് ഒരാളെ ഞാൻ ജയരാജ് എന്ന് പറയുന്ന പുതിയൊരാളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അയാൾ പഴയ ഒരു KPSCയുടെ രാമ ഭാഗവതൻ എന്ന് പറയുന്ന ഒരാളുടെ KPSCയുടെ ആദ്യത്തെ മ്യൂസിക് ഡയറക്ടർ, ദേവരായ മാഷ് മുമ്പ് അയാളുടെ ചെറുമകനാണ്. ഒരു മ്യൂസിക് ഡെഡിക്കേറ്റഡ് ഒരു ഫാമിലിയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരാളെ കണ്ടെടുത്തു. പിന്നെ ശ്രേയ ഘോഷൽ ഇതിനകത്ത് പാടിയിട്ടുണ്ട്.
അതൊരു ശ്രേയാ ഘോഷൽ ആദ്യമായിട്ട് പാടുന്ന ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് നമ്മുടെ ഈ പടത്തിലെ സിനിമയ്ക്ക് വേണ്ടി പാടുന്നത്. കാരണം അത് മുഴുവൻ ബൈബിൾ വചനങ്ങളാണ്. അപ്പോൾ ആ പാട്ട് അതിനകത്ത് വളരെ ശ്രദ്ധേയമാണ്. അത് ബോംബെയിലാണ് റെക്കോർഡ് ചെയ്തത്. മറ്റൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് എന്ന് തന്നെ പറയാം, യേശുദാസ് പാടിയിട്ടുണ്ട്. അത് അമേരിക്കയിൽ അന്ന് ഇരിക്കുമ്പോഴാണ് ഷൂട്ട് അത് എടുത്തിട്ട് കൊണ്ടുവന്ന് ഒരുപാട് അദ്ദേഹം വളരെ നല്ലപോലെ നമ്മുടെ അതിൽ സഹകരിച്ചു. അദ്ദേഹത്തിന് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പാടാണ് ഈ സമയത്ത്. അപ്പോൾ അത് അദ്ദേഹം പാടിയാലേ ആ പാട്ട് നിൽക്കുകയുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കുറച്ച് മേലെ എടുക്കേണ്ട ഒരു പാട്ടാണ്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന് അത്രയും പ്രായമൊക്കെ ആയതുകൊണ്ട് എന്നാലും അതനുസരിച്ച് അദ്ദേഹം അതുപോലെ തന്നെ പാടിയിട്ടുണ്ട്, വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ആ പാട്ട് അദ്ദേഹം പാടിയാലേ നിൽക്കുകയുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ശ്രേയാ ഘോഷലും യേശുദാസും പാടിയ പാട്ടുകൾ ഇത് കാലാതീതമാണ്. ഇത് എന്നും നിലനിൽക്കും ആ പാട്ട്. ഇളം മഞ്ഞിനേക്കാളും കൂടുതൽ ആളേക്ക് ശ്രേയാ ഘോഷൽ പാടി. കാരണം മുഴുവൻ ബൈബിൾ വചനങ്ങളാണ്. യേശുവിനെ ഇതിലുള്ള പാട്ടാണ് അദ്ദേഹത്തിന്. അതൊരു പ്രാർത്ഥനാ ഗാനമാണ്. നമ്മളിപ്പോൾ ചെത്തിയും സന്താനം തുളസിയൊക്കെ ഇന്നും നിൽക്കുന്നില്ല, അതുപോലെ നിൽക്കാൻ സാധ്യതയുള്ളൊരു പാട്ടാണ്. പിന്നെ ഈ പുതുമുഖങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തതും ഓഡിഷനിലൂടെ തന്നെ തിരഞ്ഞെടുത്തു. അപ്പം നായികയെ അതൊരു ഗ്രാമീണ കുറച്ച് ഇനിയുള്ള ആ കുട്ടിയെ എടുത്തു. നിഹാല് വലിയൊരു വാഗ്ദാനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, ഹീറോ. കാരണം ഇന്ന് ഒരുപാട് ഹീറോസ് നമുക്കുണ്ടെങ്കിലും ഈ ഏജിലുള്ള ആക്ഷൻ ചെയ്യുന്ന ഒരാൾ ഇന്ന് മലയാള സിനിമയിലില്ല. അതെ അതെ അതെ, അതിമനോഹരമായിട്ടാണ്, അതിഗംഭീരമായിട്ടാണ് അയാൾ ആക്ഷൻ ചെയ്ത് സ്റ്റണ്ട് ചെയ്ത്. കാരണം അയാൾ അതിന് അക്രബേറ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇമാജിൻ ചെയ്യാത്ത രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് അതൊക്കെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഫൈറ്റ് സീക്വൻസ് ഒക്കെ അതിഗംഭീര. നിങ്ങൾ പടം കണ്ടു. ഞാൻ ആദ്യം മാസ്റ്റർ അടുത്ത് പറയും, മാസ്റ്റർ ഡ്യൂപ്പൊക്കെ ഇപ്പോൾ ഒന്നും ആവശ്യമില്ല, ഡ്യൂപ്പിടാൻ പാടില്ല, എന്ത് പറയുന്ന അവർ ചെയ്തോളൂ എന്ന് പറയും. അതിന് 2 പേര് അതിലൊരു വില്ലനായിട്ട് അഭിനയിച്ച പയ്യനും ഇദ്ദേഹവും ഒരേപോലെ കിടന്ന് അവർ കാണിച്ചത് ഞാൻ പോലും ഞെട്ടിപ്പോയി. ഇത്രയും ഇതല്ല. നിങ്ങൾ ആ പടം കണ്ടറിയാം, ഇവിടുത്തെ വലിയ സൂപ്പർ സ്റ്റാറുകളല്ല, വലിയ സ്റ്റാറുകളല്ല, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ പോലും ചെയ്യില്ല അങ്ങനത്തെ ഫൈറ്റ്. അത്രയും മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു. ആ ഫൈറ്റ് അതിമനോഹരമാണ്. ആ ഫൈറ്റ് അങ്ങനത്തെ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് എടുത്തു പറയേണ്ടത് ഒരു ഫാദർ, അച്ഛൻ്റെ ക്യാരക്ടറുണ്ട്, പള്ളിയിലെ വികാരിയായിട്ട്. അപ്പോൾ ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. ഞാൻ ഈ പ്രൊഡ്യൂസർമാരൊക്കെ ഇട്ടെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ പറയും, ഈ പള്ളിയിലെ അച്ഛന്മാരിൽ തന്നെ ഒരുപാട് കലാകാരന്മാരുണ്ട്, നല്ലപോലെ പാടുന്ന അച്ഛന്മാരുണ്ട്, ഡാൻസ് ചെയ്യുന്ന അച്ഛന്മാരുണ്ട്, ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വായിക്കുന്ന അച്ഛന്മാരുണ്ട്, അഭിനയിക്കുന്ന. ഞാൻ പറഞ്ഞു അങ്ങനെയുള്ളൊരു അച്ഛനെ നമുക്ക് കിട്ടാൻ വഴിയാണ്. ഞാൻ തിരക്കി ലാസ്റ്റ് പോൾ അമ്പുക്കൻ എന്ന് പറയുന്ന ഒരു തൃശ്ശൂരുള്ള ഒരു പള്ളിയിലെ ഒരു അച്ഛനെ കണ്ടപ്പോൾ നല്ല ആകാരം കറക്റ്റ് സിനിമയ്ക്ക് പറ്റിയൊരു ഫിഗറായിട്ട്. പിന്നെ അതിൻ്റെ ഒരുപാട് കടമ്പകളുണ്ട്. ഞങ്ങൾ സഭയിൽ പിതാവിനെയൊക്കെ കണ്ട് പെർമിഷനൊക്കെ എഴുതി മേടിച്ചു. ആ പെർമിഷനൊക്കെ മേടിച്ചു. അദ്ദേഹമാണ് അതൊരു ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. ഒറിജിനൽ അച്ഛൻ തന്നെ അഭിനയിച്ചു. ഈ പടത്തിൻ്റെ എൻഡിൽ, ക്ലൈമാക്സ് എൻഡിൽ 3 അച്ഛന്മാർ ഒരു കുർബാൻ ഇതിൻ്റെ കല്യാണ സമയത്ത് നിൽക്കുന്നുണ്ട്. അത് 3 ഒറിജിനൽ അച്ഛന്മാരാണ്, അല്ലാണ്ട് ആർട്ടിസ്റ്റോ ഒന്നുമല്ല, ആരെയും പിടിച്ചു നിർത്തിയതല്ല. എല്ലാം അത് കാരണം ആ പള്ളിയിലെ സീക്വൻസൊക്കെ വളരെ ഭംഗിയായിട്ടും ഒക്കെ എടുക്കാൻ പറ്റി. അവർ നമുക്കെല്ലാം, എനിക്കല്ലെങ്കിൽ ഞാനൊരു അന്യമതസ്ഥനാണ്, പക്ഷെ എനിക്കവർ എല്ലാം പറഞ്ഞു തരും. ഇങ്ങനെയാണ് കുർബാന, എങ്ങനെയാണ് ഇതെങ്ങനെയാണ്, അങ്ങനെയാണ് ഒസ്തി കൊടുക്കുന്നത്, എങ്ങനെയാണ് ഓരോന്ന്. അപ്പോൾ അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അതുപോലെ ചിത്രീകരിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. സാറ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയത് ശരിക്കും ജയൻ സാറിൻ്റെ ആ വോയിസ് കൊടുത്തിട്ടല്ലേ ആ ഒരു മൂവിക്കകത്ത്? ശരിക്കും ജയൻ്റെ അല്ല, ഞാൻ ആദ്യം ചെയ്യുന്നത് പി ജെ ആന്റണി എന്ന് പറയുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് ജയൻ സാറിൻ്റെ. ജയൻ്റെ പി ജെ ആന്റണിക്കാളും കൂടുതൽ ഭയങ്കര ഇതായിരുന്നല്ലോ ആളുകളുടെ ഇടയിൽ, ഭയങ്കര പോപ്പുലർ ജയനായിരുന്നു കൂടെ ഇത്. ശരിക്കും പി ജെ ആന്റണിയുടെ ചെയ്തത് കൊണ്ടാണ് ജയനെ ചെയ്യാൻ വേണ്ടി വിളിച്ചത്. അപ്പോൾ അതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പാണ് പി ജെ ആന്റണി മരിക്കുന്നത്. അപ്പോൾ ചൂള എന്നൊരു പടമായിരുന്നു അന്നുണ്ടായിരുന്നത്. അതിൽ നമ്മുടെ ശശികുമാർ എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പടങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരാൾ ലോകത്ത് തന്നെ. അപ്പോൾ അദ്ദേഹം ആലപ്പുഴക്കാരനാണ്. അപ്പോൾ പി ജെ ആന്റണിയുടെ ചൂള എടുത്ത അന്നത്തെ രവീന്ദ്രൻ മാസ്റ്ററുടെ ആദ്യത്തെ പടം, സത്യനന്ദിക്കാട് ലിറിക്സ്, ജൂബിലി ജോയിയുടെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂഷൻ പടം, അങ്ങനെ ഒരു പടമായിരുന്നു. പടം ഷൂട്ടിങ് തീർന്ന് ബാക്കിയുള്ളവരുടെ ഡബ്ബിങ് ചെയ്ത് പി ജെ ആന്റണിയുടെ ചെയ്യാൻ പറ്റിയിരുന്ന സമയത്ത് അങ്ങേരം വിളിച്ചു. അപ്പോഴവിടെ അന്ന് ആ പുള്ളി അറിയുന്നു, ആലപ്പുഴയിൽ നിങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു പയ്യനുണ്ട് ഇങ്ങനെ, അന്ന് ഞാൻ കോളേജ് പഠിക്കും, എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചു. ഞാനത് പഠിച്ചു, അത് ചെയ്തു. ആരോടും പറയരുതെന്ന് അവർ പറഞ്ഞു, ആരോടും പറഞ്ഞില്ല, മിണ്ടരുന്ന. അത് എല്ലാവരും പി ജെ ആന്റണിയുടെ തന്നെ വിശ്വസിച്ചു. അത് ഗംഭീരമായിട്ട് അങ്ങ് പോയി. ആ പടം വലിയ ഹിറ്റായിരുന്നു. അപ്പോഴാണ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ജയൻ്റെ മരണം ഉണ്ടാകുന്നത്. 80-ൽ ജയൻ്റെ മരണം വന്നപ്പോൾ ജയൻ 4 പടം, കോളിളക്കം, ആക്രമണം, അറിയപ്പെടാത്ത രഹസ്യം, മനുഷ്യമൃഗം, ഇതാര് ചെയ്യും എന്നുള്ളതായപ്പോൾ ഇന്നൊരാൾ ഇങ്ങനെ പി ജെ ആന്റണിക്ക് വേണ്ടി വന്ന് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇൻഡസ്ട്രിയിൽ. അത് ആലപ്പുഴയിൽ. അങ്ങനെ എന്നെ വിളിച്ചു വരുത്തുന്നു. ജയൻ്റെ ശബ്ദം, അവരും കണ്ടീഷൻ വെക്കുന്നു, ആരോടും പറയാൻ പാടില്ല, രഹസ്യം. അന്നൊക്കെ മീഡിയ നിൽക്കില്ലല്ലോ, രഹസ്യമായിട്ട് കൊണ്ട് ചെയ്യിക്കുന്നു.
ഞാനത് ചെയ്യുന്നു, അവർക്കൊക്കെ വളരെ ഹാപ്പി ആവുന്നു. അത് വർഷങ്ങൾ ഇപ്പോൾ കോളിലൊക്കെ ആളുകൾ ഇരുന്ന് കണ്ട് കൈയടിക്കുമ്പോഴൊക്കെ എൻ്റെ ശബ്ദമാണ് അങ്ങനെ ഒരാൾക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന കാലഘട്ടമല്ല അത്. അങ്ങനെ വേറൊരാൾക്ക് ചെയ്യാൻ പറ്റും, വേറൊരാളുടെ ശബ്ദമൊന്നും ആർക്കും അറിയാൻ പാടില്ല. മിമിക്രിയിൽ തന്നെ ഞാനാണ് ഇതൊക്കെ ആദ്യമായിട്ട് ഈ താരങ്ങളുടെയൊക്കെ കേരളത്തിൽ കൊണ്ടുവരുന്നത്, പോപ്പുലറൈസ്. അതിന് മുമ്പ് മിമിക്രി എന്ന് പറയുന്നത് ഈ ബസ്സിൻ്റെ ട്രെയിൻ പോണതും കാക്ക പൂച്ച പട്ടിയൊക്കെയാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് ഇതെങ്ങോട്ട് ഇട്ട് കൊടുത്താണ് മിമിക്രി. അങ്ങനെയൊന്നുമില്ല, ഇപ്പോൾ ഞാനതൊക്കെ നിർത്തില്ലോ. അല്ല സാർ പ്രൊഡ്യൂസറാണ്, ഡയറക്ടറാണ്, എല്ലാം സ്റ്റോറി റൈറ്റർ, ആക്ടറായിട്ട് എന്താണ് ഫീൽ ചെയ്യുന്നത്? ആക്ടർ എന്ന് വെച്ചാൽ എനിക്ക് ഈ പടങ്ങളുടെ എനിക്ക് വേണമെങ്കിൽ ഒരുപാട് പടങ്ങൾ അഭിനയിക്കാമായിരുന്നു, ഒരുപാട് പടങ്ങളിൽ വേഷം ചെയ്യാമായിരുന്നു. പക്ഷേ ഇതെല്ലാം കൂടെ ഹെവിയാണ് എടുക്കുന്ന. ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അതൊക്കെ ഓരോരുത്തർ ഈ പലപ്പോഴും ആരെങ്കിലും കിട്ടാതെ വരുമ്പോൾ ഒരാൾ വരാമെന്ന് പറഞ്ഞ് ലാസ്റ്റ് മൂവ്മെന്റ് വരുമ്പോൾ ആള് വന്നില്ല, ഇന്നാളെ വിളി എന്ന് പറഞ്ഞ് വിളിക്കുന്നതാണ് മിക്കവാറും. രാംജി റാവുലെ പറഞ്ഞുതരാം. രാംജി റാവുവിൽ ഞാൻ അവർ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത്, ആലപ്പുഴ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വർത്താൻ പറയിക്കുമ്പോൾ സിദ്ദീഖ് പെട്ടെന്ന് വിളിക്കുന്നു, ലക്ഷ്മണൻ സഹായിക്കണം, CA പോളിനാണ് വെച്ചിരുന്നത്. ഇന്ന് എടുത്ത് തീർത്തില്ലെങ്കിൽ ആ വീടിന്, ആ വീട്ടിൽ തിരക്കി ചെമ്മീൻ വർഗീസ് കയറി ചെല്ലുന്നൊരു സംഭവമുണ്ട്, ആ വീടിന് തരത്തില്ലെന്ന് അവർ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ അക്ഷരം ഒന്ന് ചെയ്യണമെന്ന് പറയും. അങ്ങനെ ഒരു അരമണിക്കൂർ മുമ്പ് അറിയുന്ന ഒരു പോയി അഭിനയിക്കുകയാണ്. പിന്നെ അങ്ങനെ ബാക്കി സീനൊക്കെ ഫോൺ ചെയ്യലും പിടിക്കലൊക്കെ പിന്നീട് അടുത്ത ആ വീട്ടിൽ ആദ്യം അങ്ങ് തീർത്ത്. അപ്പോൾ അങ്ങനെ വന്നതാണ്. ഓരോ പടത്തിലെടുത്താലും അങ്ങനെ പകരക്കാരനായിട്ടാണ് പലപ്പോഴും വന്നിട്ടുള്ളത്. പണ്ടത്തെ അഭിനയം ഇപ്പോഴത്തെ അഭിനയം തമ്മിൽ എന്തെങ്കിലും സാറിന് തോന്നിയിട്ടുണ്ടോ വ്യത്യാസം? നാച്ചുറൽ അല്ലേ, ഇപ്പൊ അഭിനയമൊന്നുമില്ലല്ലോ, ബിഹേവിംഗ് ആണ്. പണ്ടത്തെ ഒരു കാലഘട്ടം അല്ല, ഇപ്പൊ ഇതിനകത്ത് ഞാനൊരു വേഷം ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഈ സിനിമയിൽ ഒരു വേഷം ചെയ്യുന്നത് വെച്ചാല് അതൊരു അന്നത്തെ കാലത്ത്, ഈ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിന് ഭയങ്കര പവറാണ്, അവർ ഭയങ്കര ഭയമാണ് പോലീസിന് എല്ലാവർക്കും ആ കാലഘട്ടത്തിൽ. അപ്പോൾ എന്ത് ചെയ്യാമല്ലോ അടിയന്തരാവസ്ഥ. അപ്പോൾ ആ സമയത്തുള്ളൊരു SI, ഈ SIക്കുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്, തോമസ് എന്നയാളുടെ പേര് പ്രത്യേകത, അയാൾ ഇടിക്കുകയും അടിക്കുകയും ചെയ്യത്തില്ല, തൊഴിക്കുകയും ചെയ്യത്തുള്ളൂ. കാല് പൊക്കി അപ്പം ഒറ്റ തൊഴിയാണ്. റോഡിലിരിക്കുന്നവരെ കണ്ട, കലിങ്ങിലിരിക്കുന്നവരെ കണ്ട, ആ കലിങ്ങിലിരുന്ന ജീപ്പ് ഇരുന്നുകൊണ്ട് തന്നെ തൊഴിക്കും. ആ റോളിൽ തൊഴിയൻ തോമാന്നാണ് അങ്ങനെ അറിയപ്പെടുന്നത്. ആ ക്യാരക്ടർ ഞാനാണ് ചെയ്യുന്നതിനകത്ത് ഇവിടെ. അപ്പോൾ ആ ഒരു കാലഘട്ടം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ, ഇപ്പോഴത്തെ ഈ ഒരു ഇത് കൊണ്ടുവരാൻ വേണ്ടി ഇച്ചിരി കഷ്ടപ്പെട്ടില്ലേ? മീൻസ് ആ ഒരു, കാരണം ആ ഒരു മൂവിയിൽ ഉണ്ടായിരുന്ന ആക്ഷൻസും കാര്യങ്ങളും അഭിനയം, അതിനകത്ത് ഒരു പ്രണയലേഖനം തന്നെ നായകന് കൊടുക്കുന്നൊരു എഴുത്ത് വായിക്കുന്നുണ്ട് ആദ്യത്തെ. അതെല്ലാം ഇപ്പോൾ കേട്ടാൽ നിങ്ങളൊന്നും വിശ്വസിക്കത്തില്ല പുതിയ തലമുറ. അന്ന് ഈ എഴുതുന്ന എഴുത്തുകളിൽ പോലും സാഹിത്യമൊക്കെ ചേർക്കും. മയിലുകൾ നൃത്തം ചെയ്യും, ഞാൻ നിന്നെക്കുറിച്ചോ, അന്നൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് സത്യമാണ്. പക്ഷെ അതൊക്കെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകത്ത്. ഇന്നത്തെ പിള്ളേർ ഇങ്ങനെ കാര്യങ്ങൾ എഴുതുക എന്നൊക്കെ വരും. ഓരോ കാര്യങ്ങളും ഞങ്ങൾ ശരിക്കും അതേമാതിരി തന്നെ പല ഇൻസിഡന്റും ഇതിനകത്ത് നടന്നിട്ടുള്ള സംഭവങ്ങളാണ് എടുത്തിട്ടുള്ളത്. നമ്മളത് കാണിക്കുമ്പോൾ അതിനകത്ത് ഓരോ സ്ഥലങ്ങൾ കാണിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ക്രിസ്ത്യൻ പള്ളി ചർച്ച് കാണിച്ചാൽ, അന്ന് അതിൻ്റെയൊക്കെ കാലത്ത് ചെറുപ്പത്തിൽ ക്രിസ്ത്യൻ പള്ളിയിൽ ഒരുപാട് ഫുഡ് അവർ കൊടുക്കും. ഈ ഗോതമ്പ്, മൈദ, എന്താണ് പാൽപ്പൊടി, അന്ന് പള്ളിയിൽ നിന്ന് തന്നെ സപ്ലൈ ചെയ്യും ആൾക്കാർ, പാവങ്ങൾ. നമ്മളതെല്ലാം ആ രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. പള്ളി കാണിക്കുക, ഫ്രണ്ടിൽ തന്നെ ഇതെല്ലാം സപ്ലൈ ചെയ്യുന്നു, അച്ഛന്മാരൊക്കെ ഇരിക്കുന്നത് അവിടെ കൊടുക്കുന്നു. അങ്ങനത്തെ ഓരോ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം. ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് കാണാൻ പോലും വയ്യ. ഒരു ടൈപ്പ് റൈറ്റർ തന്നെ കിട്ടണമെങ്കിൽ വലിയ പാടാണ്. അപ്പോൾ ഞാനിത് ഒരു ടൈപ്പ് റൈറ്റർ ഉണ്ടാക്കി എവിടെന്നെങ്കിലും എടുത്തിട്ട് ബാക്കി മോൾഡ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് കുറേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കാണിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അവിടെ ഒരാൾ 10-20 വർഷമായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടി. അയാൾ ഇതെല്ലാം വളരെ ഭംഗിയായി, ഇതൊക്കെ നല്ല മനോഹരമായിട്ട് ആ ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്, തയ്യൽ ക്ലാസ്സുകൾ, ഇതുപോലത്തെ ഒരു കായൽ തീരത്തൊരു വീട് വേണമെന്ന് ഞങ്ങൾക്ക് ഐഡിയ ഉണ്ട്. കായലിൻ്റെ തീരത്തൊരു വീട്, നായകൻ്റെ വീട്, 2 മുറി, ഒരു അടുക്കള, പഴയ കാലത്താണ് കൊച്ചു വീട്. പക്ഷെ അത് കായൽ തീരത്ത് ഞങ്ങൾ ഒരു വീട് ഉണ്ടാക്കി, സെറ്റല്ല, ശരിക്കും ഈ ഇഷ്ടികയും മോടും കട്ടള എല്ലാം വെച്ച് ഒറിജിനലായിട്ട് ഉണ്ടാക്കിച്ച് അങ്ങനെ ഒരു വീടെടുത്ത് ഇതിനകത്ത് പലതും ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത, പോലീസ് സ്റ്റേഷൻ ആയാലും തയ്യൽ ക്ലാസ് ആയാലും ഇതായാലും അങ്ങനെ പല സംഭവങ്ങളും ഞങ്ങൾ നിർമ്മിച്ച് ഉണ്ടാക്കി. അതാണ് ഞാൻ ഈ ആഡംബരമൊക്കെ ആദ്യമേ കട്ട് ചെയ്ത പടത്തിൽ. ഈ പടത്തിൽ വന്ന പല ടെക്നീഷ്യന്മാരും സാറേ ആദ്യമായിട്ടാണ് ഇവിടെ ഇത് കാരവനില്ലാത്ത പടം ഞങ്ങൾ കാണുന്നത്. ഒരു കാരവനില്ല, 5 സ്റ്റാർ ഹോട്ടലുകളില്ല, ഫ്ലൈറ്റ് ഇല്ല, ഇതൊന്നുമില്ല, വളരെ ലളിതമായി. പക്ഷെ ഇതിനു വേണ്ടി എല്ലാം മുടക്കും.
ഈ പിക്ചറിൽ എന്തൊക്കെ വരണം അതിന് കോംപ്രമൈസ് ഇല്ല. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സംഭവങ്ങൾ, ലൈറ്റ്, ക്യാമറ എല്ലാം നല്ല, ഒരു കോംപ്രമൈസ് ഇല്ലാതെ അതൊക്കെ നല്ല സ്റ്റൈലായിട്ട് ചെയ്യും. അതുകൊണ്ടാണ് എല്ലാം കുറച്ചുകൂടെ ഭംഗിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ സാറിന് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ പടത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് എൻ്റെ വിജയമല്ല, ശരിക്കും ഒരു പറ്റം പുതിയ ആൾക്കാരുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള അവസരമാണ്. അത് നിങ്ങൾ, അത് പ്രേക്ഷകരാണത് അവരെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കേണ്ടത്. അവർക്ക് വേണ്ട അനുഗ്രഹവും പ്രാർത്ഥനയും എല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഞാൻ ഒരു നിമിത്തം മാത്രമാണ്, ഇവരെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു നിമിത്തം മാത്രമാണ് ഉള്ളത്. ദയവായി എല്ലാവരും ആ പടം പോയി കണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കണം. ഒപ്പം അവർക്ക് ഇനിയും ഞാൻ ചെയ്യുന്ന പടങ്ങളിൽ ഇതേപോലെ പുതിയ ആൾക്കാരെ കൊണ്ടുവരാനും അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഇനിയുള്ള എൻ്റെ കാലത്ത് മുഴുവൻ ഞാൻ അങ്ങനെ മാത്രമായിരിക്കും ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരികയാണ്. നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. എന്തായാലും ഇനിയും സാറിന് ഇതുപോലെ നല്ല നല്ല പ്രോജക്ട്സ് ചെയ്യാൻ പറ്റട്ടെ, ഇനിയും പുതുമുഖങ്ങളെ കൊണ്ടുവരാൻ പറ്റട്ടെ. ഓക്കെ, അപ്പോൾ താങ്ക് യു സർ. ഓക്കെ. ഓക്കെ.